പക്ഷേ നിങ്ങളിപ്പോ അങ്ങനെ സംവാദങ്ങളൊക്കെ പങ്കെടുത്ത് ഞങ്ങളെ ഭാഗത്തിലേക്ക് നിങ്ങൾ വന്നു. ഇനി ഞങ്ങൾ നിങ്ങളായിട്ട് വാദപ്രതിവാദം ആ വിഷയത്തിൽ നടത്തണ്ട. ഇനി കുറച്ചുകൂടി ഇറങ്ങി വരാനേ ഉള്ളൂ. ഞങ്ങൾ മുഹിയുദ്ദീൻ ശൈഖിനോട് തേടുന്നു, നിങ്ങൾ ജിന്നിനോട് തേടുന്നു. ജിന്നിനെയും കാണുന്നില്ല, മുഹിയുദ്ദീൻ ശൈഖിനെയും കാണുന്നില്ല. ഇത് ശിർക്കല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ജിന്നിനോട് തേടൽ ശിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് റെഡിയാണ്. പക്ഷേ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. പറഞ്ഞാൽ നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന് ഇനി ഇല്ലാതെയാകും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ വിഷയം വളരെ വ്യക്തമാണ്. പഴയകാല മുജാഹിദുകളുടെ ആശയത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുടുക്കിൽ നിങ്ങൾ പെടുമായിരുന്നില്ല. കാരണം എന്താ? പഴയകാല മുജാഹിദ് ഓക്കെയാണ്. കാരണം അവർ പറഞ്ഞു ഭൗതികമായ ഒരു സഹായം പാടില്ല, അള്ളാഹിനോട് മാത്രം. താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവർ അവർ ഒരു സഹായം മാത്രമേ പറ്റൂ, അള്ളാഹിനെ മാത്രം വിളിക്കുക, ബാക്കിയുള്ളതൊക്കെ ശിർക്ക് എന്നാ പണ്ട് വാദിച്ചത്. അതേ വാദത്തിൽ നിങ്ങൾ ആയിരുന്നുവെങ്കിൽ ഞങ്ങളോട് ഇത് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കും. മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നതിന്റെ പ്രമാണം പറയും. പക്ഷേ നിങ്ങൾ ഇറങ്ങി വന്നു. ഇപ്പൊ നിങ്ങൾ അള്ളാന്റെ പുറമെ ജിന്നിനെയും പിടിക്കാം, അത് ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഇല്ലെങ്കിൽ നിഷേധിക്ക്. അത് നിങ്ങൾ പറഞ്ഞു അത് ശിർക്കല്ല എന്ന് നിങ്ങൾ വാദിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി പഴയകാല മുജാഹിദുകളുടെ വാദത്തിൽ നിൽക്കാൻ അധികാരമില്ല. മുജാഹിദിന്റെ വാദം മുജാഹിദ് തന്നെ തകർത്തിരിക്കുന്നു. അതാണ് ഈ വാദപ്രതിവാദത്തിന്റെ വിജയം. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന്, നിങ്ങൾക്ക് അതിന് കഴിവുണ്ടെന്ന്, നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുക. അത് തെളിയിച്ചാൽ അടുത്ത സെക്കൻഡിൽ ഞങ്ങളെ വാദവും ഞങ്ങൾ തെളിയിക്കും.